ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇതാ ചില സിമ്പിൾ വ്യായാമങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനിയാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്തസമ്മർദ്ദം. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനുമൊക്കെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ രക്തസമ്മർദ്ദം പലപ്പോഴും യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാതെയാണ് ജീവനെടുക്കുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കും. സ്ട്രെച്ചിങ്, യോഗ എന്നിവ രണ്ടും ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒന്നാണ്. ഈ രണ്ട് മാർഗങ്ങളും രക്തസമ്മർദ്ദം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. യോഗ ശീലിക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനും ശരീരത്തിനും മതിയായ വിശ്രമം നൽകാനും ഗുണകരമാണ്. നടത്തം. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും മികച്ചതാണ് നടത്തം. മിനിമം സ്പീഡിൽ ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഹൃദയത്തെ ശരിയായി പ്രവർത്തിപ്പിക്കാനും നടത്തം വളരെ നല്ലതാണ്. ഇത് ഹൃദയത്തിന് ധമനികളിലേക്ക് രക്തം പമ്പ് ചെയ്യാനും സഹായിക്കും. ശ്വസന വ്യായാമങ്ങൾ. ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. ദിവസവും 5 മിനിറ്റ് ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നവരിൽ വലിയ രീതിയിൽ രക്തസമ്മർദ്ദം കുറയുന്നതായി കാണിക്കുന്നുണ്ട്. മൂക്കിൽ കൂടി ശ്വാസമെടുത്ത് 5 മിനിറ്റ് വെച്ച ശേഷം വായിൽ കൂടെ പുറത്തുവിടുന്നത് ഏറെ നല്ലതാണ്. എയറോബിക്സ്. സൈക്ലിംഗ് പോലുള്ള കുറഞ്ഞ ഇമ്പാക്റ്റുള്ള എയറോബിക് വ്യായാമങ്ങൾ ശരീരത്തിന് ഏറെ നല്ലതാണ്. ഹൃദയാരോഗ്യം നിലനിർത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരം വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദം 10 mmHg വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആരോഗ്യത്തെക്കാൾ വിലയുള്ള മറ്റൊരു സമ്പത്തുമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചില വ്യായാമങ്ങൾ നമ്മുടെ രക്തസമ്മർദ്ദത്തെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ്.